Hi friends, welcome to my YouTube channel H Media. ത്രീ മാക്സ് ബിഗിനർ ടു അഡ്വാൻസ് ട്യൂട്ടോറിയൽസിൻ്റെ 92nd ലെസനാണിത്. ഈ ലെസണിലൂടെ ഡെബ്രി മേക്കർ എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊസീജിയറൽ ജോമെട്രീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റാണിത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ബ്രിക്സ്, ലോഗ്സ്, സ്റ്റോൺസ്, ലീവ്സ് തുടങ്ങിയ നിരവധി പ്രൊസീജിയറൽ ജോമെട്രീസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ലെസണിലൂടെ ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിനൊരു ബട്ടണായി ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഡെബ്രി മേക്കറിന്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബട്ടനാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഡെബ്രി മേക്കറിന്റെ സ്ക്രിപ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ആദ്യമായി ഡെബ്രി മേക്കറിൽ ബ്രിക്സ് ആണ് ചെക്ക് ചെയ്യുവാൻ പോകുന്നത്. ഞാൻ ഈ ബ്രിക്ക് ഈ ഒരു മോഡ്യൂൾസിൽ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന പാരാമീറ്ററിൽ ബ്രിക്ക് സ്റ്റൈൽസ് ആണ് ഇവിടെ നമുക്ക് ആദ്യമായി കാണുന്നത്. നമുക്ക് ഈ ഒരു ബ്രിക്ക് സ്റ്റൈലിൽ നിന്ന് ഏത് ടൈപ്പാണ് നമുക്ക് ബ്രിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ടൈപ്പ് ബ്രിക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഒരു 3 ടൈപ്പ് ബ്രിക്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റത്തെ ബ്രിക്ക് തന്നെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ താഴെ ഡീറ്റെയിൽ ലെവലിൽ ലോ പോളി, ഹൈ പോളി എന്നിങ്ങനെ 2 ടാബ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ക്രിയേറ്റ് ചെയ്യേണ്ട ഈ ഒരു ബ്രിക്ക് ലോ പോളി ആയിട്ടോ ഹൈ പോളി ആയിട്ടോ നമുക്കിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഹൈ പോളി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ എറോഷൻ എമൗണ്ട്, ഡെബ്രി, ഇറഗുലാരിറ്റി തുടങ്ങിയ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. അതുപോലെ വെർഷൻസിൽ യുണീക് ബ്രിക്ക് ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷനും നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് റാൻഡമായി ബ്രിക്സുകളെ ക്രിയേറ്റ് ചെയ്യുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അറേഞ്ച്മെന്റ് മെത്തേഡ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു അറേഞ്ച്മെന്റ് മെത്തേഡിൽ ഫ്ലാറ്റ് അറേ എന്ന ഓപ്ഷനാണ് ഇതിൽ ഡിഫോൾട്ടായി സെറ്റ് ആയിട്ടുള്ളത്. ആദ്യമായി നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് അറേ എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്രിക്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ബ്രിക്കിനെ സെലക്ട് ചെയ്യാനായി ജനറേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ജനറേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു സ്റ്റാറ്റസിൽ ഈ ഒരു ബ്രിക്സ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതായി ഇവിടെ കാണാവുന്നതാണ്. 5 ബ്രിക്സ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായി തന്നെ ഇതുപോലെ 5 ബ്രിക്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഈ ഒരു ഫ്ലാറ്റ് അറേ എന്ന ഓപ്ഷന് പകരം മാസണറി വാൾ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യാം. ഞാൻ ഈ ഒരു മാസണറി വാൾ സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ 3 ടൈപ്പ് വാൾസ് ഇവിടെ കാണാവുന്നതാണ്. റണ്ണിംഗ് ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട് തുടങ്ങിയ 3 ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഞാനിതിൽ ഇംഗ്ലീഷ് ബോണ്ട് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിന് താഴെ ഈ ഒരു വാളിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് തുടങ്ങി നമുക്കിവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 10/5 ആണ് സെറ്റ് ചെയ്യുന്നത്. നമുക്കിനി ഒരു ജനറേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. വളരെ ക്വിക്കായി നമ്മൾ ഈ ഒരു ഡെബ്രി മേക്കർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്രിക്ക് വാൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ഡെബ്രി മേക്കർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു മോഡ്യൂൾസിൽ കൊറിഗേറ്റഡ് മെറ്റൽ, ക്രിസ്റ്റൽ, ജെം സ്റ്റോൺസ്, ഗ്രാസ് എന്നിങ്ങനെ ഒരുപാട് ടൈപ്പ് മോഡ്യൂൾസ് നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആവശ്യമായ ഏത് ടൈപ്പ് ജോമെട്രിയും സെലക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ലോഗ്സ് ആണ് ഞാനിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ലോഗ്സ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ലോഗ്സിൻ്റെ അറേഞ്ച്മെന്റ്സിൽ അറേ, സ്റ്റാക്ഡ് തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. സ്റ്റാക്ഡ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് തുടങ്ങിയ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഡിഫോൾട്ട് വാല്യൂ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ജനറേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ലോഗ്സ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. വളരെ റിയലിസ്റ്റിക് ആയ രീതിയിൽ ലോഗ്സിന് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഡെബ്രി മേക്കർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഹൈറ്റിൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം ലോഗ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഡെബ്രി മേക്കർ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി ഗ്രാവൽ എന്ന ഈ ഒരു ടൈപ്പാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ജനറേറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്കിതുപോലെ റാൻഡമായി ഗ്രാവൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ
ഇതിലൂടെ സാധിക്കുന്നതാണ്. അടുത്തായി മീഡിയർ എന്ന ഈ ഒരു മോഡ്യൂളാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ജനറേറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിതുപോലെ റാൻഡമായ സ്റ്റോൺസ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇറഗുലാരിറ്റീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു മെഡിയോർ എന്ന ഓപ്ഷൻസ് കൂടാതെ റിവർ സ്റ്റോൺസ്, സാൻഡ് സ്റ്റോൺ തുടങ്ങിയ ഓപ്ഷൻസും നമുക്കിതിൽ അവൈലബിൾ ആണ്. നമുക്ക് അടുത്തായി സാൻഡ് സ്റ്റോൺസ് സെലക്ട് ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യാം. നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോൺസ് ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു ഡബ്രി മേക്കർ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാൻഡ് സ്റ്റോൺസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ക്രിസ്റ്റൽസ്, ജെം സ്റ്റോൺസ്, പ്ലാങ്ക്സ് തുടങ്ങിയവ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി ഈ ഒരു ഡബ്രി മേക്കർ യൂസ് ചെയ്തുകൊണ്ട് റാൻഡം ലീവ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു മോഡ്യൂൾസിൽ ലീവ്സ് എന്ന ഈ ഒരു മോഡ്യൂൾ സെലക്ട് ചെയ്യാം. ലീഫ് ടൈപ്സ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമായ ടൈപ്സ് ഓഫ് ലീവ്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ജനറേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിതുപോലെ ലീവ്സ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമ്മളുടെ പ്രൊജക്റ്റുകളിലേക്ക് റാൻഡം ലീവ്സിനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡബ്രി മേക്കർ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി പിജൻസ് എന്നൊരു മോഡ്യൂൾ നമുക്കിതിൽ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു പിജൻസിന്റെ ഒരു ആനിമേഷനാണ് ഈ ഒരു ഡബ്രി മേക്കർ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ആനിമേഷൻ എന്ന ഈ ഒരു സെക്ഷനിൽ കാഷ്വൽ ഫ്ലൈറ്റ്, ഫാസ്റ്റ് ഫ്ലൈറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. പാർട്ടിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആനിമേഷൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ജനറേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പീജൻസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു പീജൻസ് ക്രിയേറ്റ് ആയതായി കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ആനിമേഷൻ ഇവിടെ നിന്നും പ്ലേ ചെയ്യുകയാണെങ്കിൽ പീജൻസ് ഫ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ആനിമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മുടെ ആനിമേഷൻ ആർക്കിടെക്ചർ പ്രൊജക്റ്റുകളിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഈ ഒരു പ്ലഗിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു ഡബ്രി മേക്കർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റിനെ സെലക്ട് ചെയ്ത് നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഡബ്രി മേക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ വിൻഡോ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഇൻസ്റ്റാൾ ഡബ്രി മേക്കർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ ഫാസ്റ്റായി തന്നെ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു ഓക്കെ പ്രസ് ചെയ്യാം. നമ്മളുടെ ഡബ്രി മേക്കറിൻ്റെ ഈ ഒരു വിൻഡോ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതൊരു ബട്ടനായി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് സെലക്ട് ചെയ്യാം. ഇതിൽ ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ ഡബ്രി മേക്കർ ടൂൾസ് എന്ന ഈ ഒരു കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു ന്യൂവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഒരു ഡബ്രി മേക്കറിനെ ഒരു ബട്ടനായി ആഡ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ആക്ഷൻസിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിനെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.